Imagine this. നിങ്ങൾ IELTS സ്പീക്കിംഗ് ടെസ്റ്റ് ക്യൂ കാർഡ് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യു ടോട്ടലി വെന്റ് ബ്ലാങ്ക് ആൻഡ് യു ഹാവ് നോ മോർ വേർഡ്സ് ടു സേ. ബട്ട് 2 മിനിറ്റ് ആയിട്ടുമില്ല. സോ ഹൗ വിൽ യു റിക്കവർ ഫ്രം ദാറ്റ് സിറ്റുവേഷൻ? ഇഫ് യു വാണ്ട് ടു നോ ദിസ്, വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. Before that, I personally want to thank you for being here with me and learning from me. If you don't know me, hi, I am Pradeep Hariharan. I am a certified IELTS trainer with a long experience of 20 years in teaching English, and I help average Malayali students to get a score of 6 in general training and 7 in academic IELTS. അപ്പോൾ 4 കാര്യങ്ങളാണ് നിങ്ങളിതിൽ അറിയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ടു സ്റ്റേ കാം എന്നുള്ളതാണ്. സ്റ്റേ കാം എന്ന് വെച്ചാൽ ഇഫ് യു ഗെറ്റ് നത്തിങ്, ടേക്ക് എ ഡീപ് ബ്രെത്ത്സ് ആൻഡ് തിങ്ക്. നമുക്കൊരു ധാരണയുണ്ട്, നമ്മൾ വെൻ യു ആർ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് യു ഹാവ് ടു സ്പീക്ക് വിതൗട്ട് ബ്രേക്ക്. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് ഈസ് ടു സ്റ്റേ കാം. Then the best tip is the fourth tip. You have to wait till there, and it's very common. People taking pauses, and I will show you a video in which 2 British speakers are speaking and how he recovers at the end. Okay. Do you think apologizing is something that's strong or weak? Good question. It's a good question, and I think I'm going to say that my belief on that has changed. ശ്രദ്ധിച്ചോ നിങ്ങൾ? 15 സെക്കൻഡ് നേരം കഴിഞ്ഞിട്ടും അദ്ദേഹം ഉത്തരം പറയുന്നില്ല. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. പോസ് ചെയ്യാണ് ചെയ്യുന്നത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ എന്ന്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ആ പോസ് സ്ലോ നാച്ചുറൽ, അതിൽ യാതൊരു ആർട്ടിഫിഷ്യാലിറ്റിയും ഇല്ല. 15 സെക്കൻഡ് ആ ക്ലിപ്പ് എന്നുള്ള വീണ്ടും നോക്കിയാൽ കാണാൻ പറ്റും. സോ വാട്ട് ഐ എം സെയിങ് ഈസ് ദാറ്റ് പോസിങ് ഈസ് വെരി നോർമൽ ഇൻ സ്പീച്ച്. ഓക്കെ, സോ ഡു ഇറ്റ്. Then the second thing is very important. നമ്മൾ ഈ IELTSന്റെ ക്യൂ കാർഡിന് നമുക്കൊരു മിനിറ്റ് സമയം കിട്ടുമല്ലോ. ഇൻ ദാറ്റ് ടൈം യു മസ്റ്റ് നോ ഹൗ ടു ടേക്ക് നോട്ട്സ് ഇഫക്റ്റീവ്ലി. ഈ 2 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ അത് ആ നോട്ട് ടേക്കിങ്ങിൻ്റെ പ്രോബ്ലമാണ്. മാത്രമല്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഡോണ്ട് എവർ പ്രാക്ടീസ് ഫോർ 2 മിനിറ്റ്സ്, പ്രാക്ടീസ് ഫോർ 3 മിനിറ്റ്സ്. ബിക്കോസ് ഇത് വളരെ കോമൺ ആയിട്ട് പറ്റുന്നൊരു പ്രശ്നമാണ് എല്ലാവർക്കും. നമ്മൾ 2 മിനിറ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്താൽ ഒരിക്കലും നമ്മൾ 2 മിനിറ്റ് സംസാരിക്കില്ല. പ്രാക്ടീസ് മോർ ടു സ്പീക്ക് മോർ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ആ സമയമാകുമ്പോൾ എക്സാമിനർ നമ്മൾ സ്റ്റോപ്പ് ചെയ്തോളൂ. എക്സാമിനർ സ്റ്റോപ്പ് ചെയ്യാണ്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ടാസ്ക് കംപ്ലീറ്റ് ആവില്ല. ടാസ്ക് കംപ്ലീറ്റ് ആയാലേ നമുക്ക് ആ ബാൻഡ് സ്കോറിൻ്റെ ആ ഭാഗത്തിന് മാർക്ക് കിട്ടുള്ളൂ. സോ 2 തിങ്സ് യു ഹാവ് ടു ഡു. 1, നോട്ട് ടേക്കിംഗ് ഷാർപ്പ് ആക്കുക, മാക്സിമം എന്ത് എഴുതാൻ പറ്റുന്ന 1 മിനിറ്റ് നോക്കുക. 2, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം നേരം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇനി 3 എന്ന് പറയുന്നത് സ്കിൽ ഓഫ് റിക്കവറി എന്നുള്ളതാണ്. അതായത് ഗ്രേറ്റ് സ്പീക്കേഴ്സിൻ്റെയും ആവറേജ് സ്പീക്കേഴ്സിൻ്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റ് സ്പീക്കേഴ്സ് ഹാവ് ദ എബിലിറ്റി ടു റിക്കവർ. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ മെസ് ആവുക എന്നുള്ളത് വളരെ കോമൺ ആണ്. ബട്ട് ദേ റിക്കവർ. അത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ ക്ലാരിഫൈ. അവർ തന്നെ ഓക്കെ വാട്ട് വാസ് ഐ ട്രൈങ് ടു സേ, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. Let me think about it, then you can pause. Okay, then they correct in case I think there are some points I missed. Let me look at my cue card again. എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യൂ കാർഡ് വീണ്ടും നോക്കാം. ആൻഡ് വെൻ യു പാനിക്, വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് സൗണ്ട് ട്രെയിൽ ഓഫ് ചെയ്യും. അത് ഒരിക്കലും അനുവദിക്കരുത്. എൻഡ് സ്ട്രോങ്, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് വേർഡ്സ്. സ്പീക്ക് ലൗഡർ, ലുക്ക് മോർ കോൺഫിഡൻറ്റ്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ നേടാന്നുള്ളത് പ്രാക്ടീസ് കൊണ്ടാണ്. ആക്ച്വലി ഐ ഹാവ് എ സ്പീക്കിംഗ് കോഴ്സ് ഇൻ വിച്ച് ഐ ടീച്ച് ഓൾ ദോസ് തിങ്സ്. സോ ഇനി നമുക്ക് ചില ഫില്ലേഴ്സ് ആണ് പഠിക്കേണ്ടത്. വാട്ട് ആർ ദ ജനറൽ ഫില്ലേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിക്കാനല്ല, പക്ഷേ ഇത് അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. നമുക്കിപ്പോൾ 1.5 മിനിറ്റ് കഴിഞ്ഞു ഒന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്യൂ കാർഡ് നോക്കി ആസ് ഐ സെഡ് ഏർലിയർ ഐ വാണ്ട് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പറയാം വാട്ട് എൽസ് ക്യാൻ ഐ സേ, എന്നിട്ട് നമ്മൾ തന്നെ പറയാം നത്തിങ് മോർ കംസ് ടു മൈ മൈൻഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ ആക്ച്വലി ദർ ആർ 2 സെൻറ്റൻസസ് വിച്ച് ഓക്കെ ഗ്രേറ്റ്. പിന്നെ നമ്മൾ ഡിഡ് ഐ മിസ് സംതിങ് എന്ന് പറഞ്ഞ് ക്യൂ കാർഡ് ഒന്ന് നോക്കുക.
അല്ലെങ്കിൽ നമുക്കെന്താ പറയാം എന്നിട്ട് ഐ വുഡ് ലൈക്ക് ടു ആഡ് സംതിങ് മോർ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർമ്മയിൽ വരികയാണെങ്കിൽ ലെറ്റ് മീ സീ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ യു സേ ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്. അപ്പോൾ ദീസ് ആർ അതിൽ ഏതെങ്കിലും 2 or 3 പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ദീസ് ആർ ഫില്ലേഴ്സ് വിച്ച് ഇംഗ്ലീഷ് പീപ്പിൾ യൂസ് എ ലോട്ട്. ദെൻ you can also use a few more, like to clarify what I mean to say is, then what am I trying to convey? ഇതൊക്കെ നമ്മളോട് ചോദിക്കുന്ന, ലെറ്റ് മീ റീഫ്രേസ് ഇറ്റ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത്രയും പറഞ്ഞു നമുക്കിനൊന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ലെറ്റ് മീ ലുക്ക് അറ്റ് ക്യൂ കാർഡ്. ഡിഡ് ഐ മിസ് എനിത്തിങ്? ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് സെഡ് എവറിത്തിങ്. ടു സമ്മറൈസ് ഓർ ടു കൺക്ലൂഡ്, ടു സം അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുക. ഓക്കെ, so this is how you recover. So thank you very much for watching, and if you want I conduct some classes, you can connect with me. I'm here to help you. I'll see you in another video, and if you have any doubts, any fears, just leave it as a comment. I would love to read, and I love to share my knowledge. Thank you. I'll see you. Take care. Bye bye.